നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ശരികളെന്ന് തോന്നുന്നത് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം നമ്മുടെ ശരികൾ പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ആ ശരികളൊക്കെ നമ്മുടെ ബോധ്യങ്ങളാണ്, അനുഭവങ്ങളുടെ യാഥാർത്ഥ്യങ്ങളാണ്. എല്ലാത്തിലും ഉപരി നാം ആർജിച്ച അറിവാണ്. പറയേണ്ടത് പറയാതിരിക്കുകയും പറയരുതാത്തത് പറയുന്നതും ഒരേപോലെ തെറ്റാണ്. ഈ എപ്പിസോഡ് എൻ്റെ ജീവിതത്തിലെ നേർക്കാഴ്ചകളാണ്. എഴുത്തുകാരനായ ലോഹിതദാസും ഞാനുമായിട്ടുള്ള അനുഭവ സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ കാഴ്ചവെക്കുന്നത്. സലീം ചേർത്തല എന്ന തിരക്കഥാകൃത്ത് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. 9ഓളം സിനിമകൾക്ക് അദ്ദേഹം കഥയും തിരക്കഥയും ഒക്കെ എഴുതിയിട്ടുണ്ട്. ജൂബിലി പിക്ചേഴ്സ് നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റായ ആട്ടക്കലാശം എന്ന സിനിമയുടെയും കഥാകൃത്തായിരുന്നു അദ്ദേഹം. അദ്ദേഹമായിരുന്നു ഞാൻ സംവിധാനം ചെയ്ത കൊട്ടും കുരവിയും എന്ന ചിത്രത്തിന്റെയും കഥാകൃത്ത്. ഈരാളി നിർമ്മാതാവായ ആ ചിത്രത്തിന്റെ എല്ലാ ജോലികളും നടന്നിരുന്നത് മദ്രാസിലായിരുന്നു. സലീം ചേർത്തല എന്നോട് പറഞ്ഞ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും എഴുതാൻ അദ്ദേഹത്തിന് സഹായിയായി ഒരു പയ്യനും കൂടെ ഉണ്ടാകുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അയാൾ ചില നാടകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, എന്റെ ഒരു ശിഷ്യനുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇടയ്ക്ക് എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അവനെല്ലാം മാനേജ് ചെയ്തോളും, അഷ്റഫിനത് സമ്മതമാണോ എന്ന് എന്നോട് ചോദിച്ചു. ആളെ കൂട്ടിക്കൊണ്ടുവരൂ, ഞാനൊന്ന് സംസാരിച്ചിട്ട് പറയാം എന്നായി ഞാൻ. സലീം ചേർത്തല ആളെയും കൂട്ടി മദ്രാസിൽ ഈരാളിയുടെ വീട്ടിലേക്ക് വരുന്നു. ഞാൻ അയാളുടെ പേര് ചോദിച്ചു. ലോഹിതദാസ്. വളരെ വിനയത്തോടെ അയാൾ മറുപടി പറഞ്ഞു. വളരെ മാന്യനായ ഒരു ചെറുപ്പക്കാരൻ. അയാൾ എഴുതിയ നാടകങ്ങളെക്കുറിച്ചും അതിന്റെ പേരുകളുമൊക്കെ എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. അതിലേതോ നാടകത്തിന്റെ രചനയ്ക്ക് അവാർഡ് ലഭിച്ചു എന്നും എന്നോട് പറയുകയുണ്ടായി. അയാളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും പ്രത്യേക ആകർഷണീയതയും സ്നേഹവും എനിക്ക് തോന്നി. കൂടുതലൊന്നും ഞാൻ ആലോചിച്ചില്ല. ഞാൻ സലീം ചേർത്തലയോട് പറഞ്ഞു, നിങ്ങളുടെ ശിഷ്യൻ കൊള്ളാമല്ലോ, അയാളെ കൂടെ വെച്ചോളൂ എന്ന്. അങ്ങനെ മദ്രാസിലുള്ള ഈരാളിയുടെ വീട്ടിൽ താമസിച്ച് സലീം ചേർത്തലയും ലോഹിതദാസും ചേർന്ന് തിരക്കഥ എഴുതാൻ ആരംഭിച്ചു. ഞാൻ ഇടയ്ക്ക് ചെല്ലുമ്പോൾ എഴുതി തീർന്ന സീനുകൾ എന്നെ വായിച്ചു കേൾപ്പിച്ചിരുന്നത് ലോഹിതദാസ് ആയിരുന്നു. ഇടയ്ക്ക് സലീം ചേർത്തലയുടെ അഭാവത്തിൽ ഞാനും ലോഹിതദാസും തമ്മിലാകും ചർച്ചകളൊക്കെ. കഥയുടെ പുരോഗതി അനുസരിച്ച് രതീഷ് നായകനായി പ്ലാൻ ചെയ്തിരുന്ന ആ ചിത്രത്തിലേക്ക് കൂടുതൽ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റുകൾ ഞാൻ വാങ്ങി. അങ്ങനെ മമ്മൂട്ടിയെയും മുകേഷിനെയും ഒക്കെ ആ ചിത്രത്തിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു. അതനുസരിച്ച് കഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടും വന്നു. ഞാനപ്പോൾ ലോഹിതദാസിന് നിർദ്ദേശം കൊടുത്തു, ദീർഘിപ്പിച്ചും വിശദീകരിച്ചുമൊക്കെ എഴുതുക, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ അതിൽ നിന്നും എടുത്തുകൊള്ളാമെന്ന്. ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പലർക്കും ഡയലോഗുകൾ പറഞ്ഞു കൊടുത്തിരുന്നത് ലോഹിതദാസ് ആയിരുന്നു. പൊതുവെ ഒരു ശാന്തശീലനായിരുന്നു. ആവശ്യമില്ലാതെ മറ്റൊരു കാര്യത്തിൽ ഇടപെടുകയുമില്ല. ഒരു ദിവസത്തെ ഷൂട്ടിംഗ് എറണാകുളത്തെ ഫോർട്ട് കൊച്ചിയിലുണ്ടായിരുന്നു. അതിരാവിലെ തുടങ്ങിയ ഷൂട്ടിംഗ് ഉച്ച കഴിഞ്ഞ് പാക്കപ്പായി എല്ലാവരും പിരിഞ്ഞു. എനിക്ക് ആലപ്പുഴയിലേക്കാണ് പോകേണ്ടിയിരുന്നത്. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് പുറപ്പെട്ടത്. ഞാൻ കാർ ഓടിച്ച് തോപ്പുംപടിയിലെത്തുമ്പോൾ അതാ റോഡിന്റെ ഓരം ചേർന്ന് ലോഹിതദാസ് നടന്നു നീങ്ങുന്നു. ഞാൻ അയാളുടെ അരികിൽ വണ്ടി നിർത്തി ചോദിച്ചു, എന്താണ് നടന്നു പോകുന്നതെന്ന്. അപ്പോൾ എന്നോട് പറയുകയുണ്ടായി, പ്രൊഡക്ഷന്റെ കാറിൽ സ്ഥലമില്ലായിരുന്നു, ബസ്സിൽ ഹോട്ടലിലേക്ക് പോകാൻ എന്നോട് പറഞ്ഞുവെന്ന്. ഞാൻ ചോദിച്ചു, എന്നിട്ടെന്താ ബസ്സിൽ പോകാഞ്ഞത്? അപ്പോൾ പറഞ്ഞു, കയ്യിൽ പണമില്ലായിരുന്നു എന്ന്. ആലപ്പുഴയ്ക്ക് പോകാനായി തോപ്പുംപടിയിൽ നിന്ന് തിരിയേണ്ട ഞാൻ അയാളെ കാറിൽ കയറ്റി എറണാകുളത്തുള്ള എയർലൈൻസ് ഹോട്ടലിൽ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ തിരിച്ച് ആലപ്പുഴയ്ക്ക് പോയത്. 2 ദിവസം കഴിഞ്ഞ് ഒരു ഇല്ലൻഡിൽ എനിക്കൊരു കത്ത് കിട്ടുന്നു. ലോഹിതദാസിന്റേതായിരുന്നു ആ കത്ത്. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നും നടന്ന അവശനായി തോപ്പുംപടിയിൽ എത്തിയപ്പോൾ ഒരു ദൈവദൂതനെ പോലെയാണ് അങ്ങ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. എന്നെ അവിടെ നിന്നും ബസ്സിൽ അയക്കാതെ കാറിൽ തന്നെ കൊണ്ടാക്കിയത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. സാർ എനിക്ക് ദൈവതുല്യനാണ്. എന്റെ ലക്ഷ്യം സിനിമയാണ്. അതിന് സാറിന്റെ സഹായം എനിക്കുണ്ടാകണം എന്നൊക്കെയാണ് അതിൽ എഴുതിയിരുന്നത്. ഞാൻ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് പ്രത്യേക പരിഗണന കൊടുക്കുന്നത് അസോസിയേറ്റിനും മറ്റും നീരസമുള്ളതായും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഷൂട്ടിംഗ് ഇല്ലായിരുന്ന ഒരു ദിവസം എന്നെ ഒരു കഥ അയാൾ പറഞ്ഞു കേൾപ്പിച്ചു. അദ്ദേഹവും സ്നേഹിതനും ചേർന്ന് എഴുതിയ കഥയാണെന്നാണ് പറഞ്ഞിരുന്നത്. കഥ വളരെ നന്നായിരിക്കുന്നു എന്ന് ഞാൻ അഭിപ്രായവും പറഞ്ഞു. പിന്നീട് എന്നെ കാണാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്ന നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിലെ പാർട്ട്ണറും ഞാൻ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവന്ന ആളുമായ
കൂടിയായ നന്ദകുമാറിനോട് ആ കഥ ലോഹിതദാസിനെ കൊണ്ട് പറയിക്കുന്നു. അങ്ങനെ ആ കഥ സിബി മലയുടെ അടുക്കലെത്തുന്നു. സിബി അത് ഡയറക്റ്റ് ചെയ്യുന്നു. നന്ദകുമാർ നിർമ്മാതാവുമാകുന്നു. അങ്ങനെ ഉണ്ടായതാണ് തനിയാവർത്തനം എന്ന സൂപ്പർ ഹിറ്റ് സിനിമ. അതോടെ ലോഹിതദാസ് എന്ന എഴുത്തുകാരന്റെ തലവര മാറി മറിയുകയാണ് ഉണ്ടായത്. പിന്നീട് ഹിറ്റുകളുടെ ഒരു പരമ്പര തന്നെ അദ്ദേഹം സൃഷ്ടിക്കുകയുണ്ടായി. അദ്ദേഹം സിനിമയിൽ ഉന്നത സ്ഥാനത്തെത്തിയപ്പോൾ എന്നെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു കെട്ടുകഥ ഞാൻ കേൾക്കാനിടയായി. അതെന്താണെന്ന് വെച്ചാൽ, അയാൾ എന്റെ സഹായിയായി നിൽക്കുമ്പോൾ അയാൾ എഴുതിയ സീനുകൾ എനിക്ക് ഇഷ്ടപ്പെടാതെ ചുരുട്ടിക്കൂട്ടി അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നായിരുന്നു ആ കഥ. ആ കള്ളക്കഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഒരാൾക്ക് നല്ലത് ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ എന്നോർത്തിട്ടായിരുന്നു. ലോഹിതദാസ് ഉന്നതിയിലെത്തിയപ്പോൾ പലരെയും ഇല്ലായ്മ ചെയ്ത കഥകൾ എനിക്ക് നന്നായി അറിയാം. പല്ലിശ്ശേരിയുടെ കഥയായ അമരത്തിൽ നിർബന്ധിച്ച് സ്വന്തം പേര് വെപ്പിച്ചതും മറ്റൊരാളുടെ കഥയായ പാഥേയം സ്വന്തം പേരിലാക്കിയതും ഞാൻ വിശ്വസിക്കാൻ കാരണമുണ്ട്. തനിയാവർത്തനം എഴുതിയിരുന്നത് ഞാനും എന്റെ ഒരു സുഹൃത്തും ചേർന്നാണ് എന്നായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. എന്നാൽ ആ സുഹൃത്തിന്റെ പേര് ഒഴിവാക്കിയിരുന്നത് ഞാൻ അന്നേ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് ഞാൻ ലോഹിതദാസിനോട് ലോഹ്യത്തിനോ അലോഹ്യത്തിനോ പോയിട്ടില്ല. എന്നാൽ മാഗ്ഡയുടെ ഇലക്ഷൻ വന്നപ്പോൾ ലോഹിതദാസ് തന്റെ ആദ്യ ചിത്ര സംവിധായകൻ സിബി മലയിലിനെതിരെ മാഗ്ഡ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. അപ്പോൾ ലോഹിക്ക് വേണ്ടി കലിയൂർ ശശി എന്നെ വിളിച്ച് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. ഞാൻ പറഞ്ഞു യാതൊരു കാരണവശാലും അയാൾക്ക് ഞാൻ വോട്ട് ചെയ്യില്ല എന്ന്. അപ്പോൾ ശശി ചോദിച്ചു എന്താണ് കാരണമെന്ന്. ഞാൻ പറഞ്ഞു അത് അയാൾക്കറിയാം, അയാളോട് ചോദിക്കൂ എന്ന്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലോഹിതദാസിന്റെ കാള് വർഷങ്ങൾക്ക് ശേഷം എന്നെ തേടിയെത്തി. താങ്കൾക്ക് എന്നോടുള്ള വിദ്വേഷത്തിന്റെ കാരണം എന്താണെന്ന് അയാൾ തിരക്കി. ഞാൻ ഓരോന്നും എണ്ണി എണ്ണി ചോദിച്ചു. അതിന് മറുപടിയായി അദ്ദേഹം പറയുന്നു, അങ്ങനെ ഒരു കാര്യം നടന്നാലല്ലേ ഞാൻ ആരോടെങ്കിലും പറയേണ്ടതുള്ളൂ. താങ്കൾ എന്നെ സഹായിച്ചിട്ടല്ലേ ഉള്ളൂ. എനിക്ക് താങ്കളെ ആദ്യം കാണുമ്പോഴുള്ള ആദരവും സ്നേഹവും ഒക്കെ ഇപ്പോഴുമുണ്ട്. എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും സാരമില്ല, പക്ഷേ എന്റെ പേരിലുള്ള ആ തെറ്റിദ്ധാരണ മാറ്റണം. അതോടെ എന്റെ മനസ്സിൽ അയാളോടുണ്ടായിരുന്ന നീരസവും വിഷമവും ഒക്കെ അപ്പോഴേ മാറി. ഞാൻ അയാൾക്ക് വോട്ട് ചെയ്തു, പക്ഷേ അയാൾ ദയനീയമായി പരാജയപ്പെട്ടു. സിബി മലയിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്തു. കൊട്ടും കുരവയും എന്ന എന്റെ ചിത്രത്തിലൂടെ തുടക്കം കുറിച്ച 3 പേർ പിൽക്കാലത്ത് വളരെ പ്രശസ്തരായി മാറുകയുണ്ടായി. ലോഹിതദാസ്, ലിബർട്ടി ബഷീർ, പ്രൊഡക്ഷൻ കൺട്രോളർ ആന്റണി ഇരിഞ്ഞാലക്കുട എന്നിവരാണവർ. ആന്റണി ഇരിഞ്ഞാലക്കുട ഒരു പൊതു സഹായിയായിട്ടാണ് ഈ ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചത്. ലിബർട്ടി ബഷീർ കൊട്ടും കുരവയും എന്ന എന്റെ ചിത്രം വിതരണത്തിനടുത്താണ് സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഇവർ 3 പേരിൽ ലോഹിതദാസ് ആയിരുന്നു മലയാള സിനിമ അടക്കി വാഴുന്ന പദവിയിലെത്തിയിരുന്നത്. അയാളുടെ കഥയിലെ കഥാപാത്രങ്ങളാകാൻ സൂപ്പർ സ്റ്റാറുകൾ കാത്തുകെട്ടിക്കിടന്ന കാലമുണ്ടായിരുന്നു. പണവും പദവിയും അംഗീകാരങ്ങളും ബഹുമതികളുമെല്ലാം ആവോളം നേടിയ കലാകാരൻ. അങ്ങനെയിരിക്കെ ഇനിയും കൂടുതൽ വെട്ടിപ്പിടിക്കാനായി സിനിമാ നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങി. അതും തനിക്ക് ഒട്ടും പരിചിതമല്ലാത്ത തമിഴ് ചലച്ചിത്ര ലോകത്തേക്ക്. അങ്ങനെ നല്ലൊരു കലാകാരൻ കച്ചവടക്കാരനായി മാറിയപ്പോൾ ജീവിതമാകെ തകിടം മറിഞ്ഞു. നേടിയത് ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടു. സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, നഷ്ടപ്പെടുന്നവന്റെയും കഷ്ടപ്പെടുന്നവന്റെയും കൂടെ ആരുമുണ്ടാകില്ല. ഉന്നതിയിൽ നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കത്തുമില്ല. ലോഹിതദാസിനെ കുറിച്ച് അയാൾക്ക് വേണ്ടപ്പെട്ടവർ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിലൂടെ വൻ നേട്ടങ്ങൾ കൊയ്ത ആരും തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നും അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അവരെ വേദനിപ്പിക്കുന്നു എന്നും. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ മറ്റൊരു സത്യം ഇവിടെ മറഞ്ഞിരിക്കുന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ലോഹിതദാസിനെ സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന തന്റെ ഗുരുവും വഴികാട്ടിയുമായ സലീം ചേർത്തല ക്യാൻസർ രോഗബാധിതനായി മരണവും കാത്തു കിടക്കുമ്പോൾ പോലും ഒന്ന് തിരിഞ്ഞു നോക്കുകയോ എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യുക പോലും ചെയ്തില്ല. മുതലെടുക്കുന്നവരുടെയല്ല, മുതൽക്കൂട്ടാവുന്നവരുടെ ഹൃദയത്തിലാണ് നാമൊക്കെ കൂടുകൂട്ടേണ്ടത്. അതിൽ നമ്മെ ചേർത്ത് നിർത്തുന്നവരും ഓർത്തു വെക്കുന്നവരും എത്ര പേരുണ്ട് എന്നതിലാണ് കാര്യം. കളങ്കമില്ലാതെ സ്നേഹിക്കുന്നവരൊന്നും ഒരിക്കലും കണക്ക് കൂട്ടി നിൽക്കാറില്ല. ഇന്ന് സലീം ചേർത്തലയും ലോഹിതദാസും 2 പേരും നമ്മോടൊപ്പമില്ല. കാലാവധി നിശ്ചയിക്കാത്ത ഒരു സന്ദർശക വിസയാണല്ലോ ജീവിതം. പുതുക്കലും തിരിച്ചുവരവുമൊക്കെ അസാധ്യമായതിനാൽ നമുക്ക് കിട്ടുന്ന സമയം പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.